മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളോട് ആകാശ് ബ്രോ ഉണ്ട്. ബ്രോ സുഖാണോ അവിടെ? കുഴപ്പമില്ല. ഇന്നലത്തെ മാച്ചിനൊക്കെ ശേഷം നന്നായിട്ടിരിക്കുന്നു. അവിടെ എങ്ങനെയാണ്? അടിപൊളിയായിട്ട് പോകുന്നു ബ്രോ. ഇത് ബാഴ്സയുടെ സീസൺ ആണോ അല്ലെങ്കിൽ PSG സീസൺ ആണോ? സാധാരണ ചാമ്പ്യൻസ് ലീഗിൽ വരുമ്പോൾ ഇതുപോലുള്ള പെർഫോമൻസിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പെർഫോമൻസുകളാണ് ബാഴ്സയുടെ സൈഡിൽ നിന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള വിക്ടറി. ഫ്രണ്ട് എൻഡിൽ എല്ലാവരും ഫയർ ചെയ്യുന്നു. യമാല് നല്ല ഫോമിലാണ്. റഫീന സ്കോർ ചെയ്യുന്നു. കൺവിൻസിങ് ആയിട്ടുള്ള ഒരു വിക്ടറി ബെൻഫിക്കക്കെതിരെ നേടിയിട്ടുണ്ട്. എന്താണ് ബ്രോ പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത്? പെർഫോമൻസ് വളരെ പോസിറ്റീവ് ആണ്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ഗെയിം മാനേജ് ചെയ്ത രീതി. ഇപ്പം നമ്മളറിയാം, ടൂർണമെന്റ്സ് അടിക്കണമെങ്കിൽ യു ഹാവ് ടു ബി ഹിറ്റ് മറാഗ്മാറ്റിക്. കുറച്ച് അഗ്രസീവ്നെസ്. ഇപ്പൊ 3-1 ലീഡ് എടുത്തു. ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ കയറി ഒരു 3-4 ഗോൾ അടിച്ച് ഫസ്റ്റ് ഹാഫ് കാണിച്ച പോലെ എക്സ്ട്രാ അഗ്രസീവ് ഫുട്ബോൾ കളിക്കുമായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ഡിസപ്പോയിന്റഡ് ആണ്. കാരണം അടുത്ത സ്റ്റേജിലോട്ട് പോകുമ്പോൾ നമുക്കറിയാലോ, ഗെയിം മാനേജ്മെന്റ് ഒരു ബിഗ് ഫാക്ടറാണ്. സോ കഴിഞ്ഞ കളിയിൽ സെക്കൻഡ് ഹാഫിൽ ബോൾ കീപ്പ് ചെയ്ത് പ്രോബ്ലി അവർക്ക് ബോൾ കൊടുക്കാതെ നമ്മൾ 1-2 നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. മേ ബി 5 ഗോളാക്കായിരുന്നു. പക്ഷെ ആ ബോൾ കീപ്പ് ചെയ്ത് ഗെയിം കൺട്രോൾ ചെയ്ത രീതിയാണ് എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത് ഇന്നത്തെ മാച്ചില്. സോ ഇന്നത്തെ ബെൻഫിക്ക മാച്ചിൽ അടുത്ത റൗണ്ടിലോട്ട് എടുത്ത് ഹാപ്പിയസ്റ്റ് തിങ്, യമാലിന്റെ ഗോളും അസിസ്റ്റും ഒക്കെ ഒരു രക്ഷയില്ല. റഫീന വീണ്ടും താടിക്കൊണ്ടിരിക്കുകയാണ്. പെഡ്രി ആസ് യൂഷ്വൽ ഫോർ മീ ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് ഈ സീസൺ, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അങ്ങനെ എല്ലാ ഫ്രാങ്കിഡിയും ഒരു രക്ഷയില്ല. ജസ്റ്റിഫൈ ചെയ്യാണ് പുള്ളിക്ക് കൊടുക്കുന്ന സ്റ്റാർട്ട്. സോ എല്ലാം കൊണ്ട് ബാൾഡെ ഇംപ്രൂവ് ആവുന്നു. കുണ്ടെ മാസീവ് ഇംപ്രൂവ് ആയിരിക്കുന്നു. സോ ടീം ആസ് എ ഹോൾ പ്ലേയിങ് വെൽ അണ്ടർ ഹാൻസി ഫ്ലിക്ക്. എനിക്ക് അതെല്ലാത്തിനും ഉപരി ആ സെക്കൻഡ് ഹാഫ് ടീം കാണിച്ച അഥവാ ഹാൻസി ഫ്ലിക്ക് ടീമിനെ സെറ്റപ്പ് ചെയ്ത ആ ഒരു ടാക്ടിക്കൽ ചേഞ്ച്, ഗെയിം കൺട്രോൾ ചെയ്ത രീതി, അതാണ് എനിക്ക് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളത്. ബ്രോ, ലലീഗയിലേക്ക് വരുമ്പോ ബോൾ ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കാരണം അത്ലറ്റിക്കോ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. റയല് എക്സ്പെക്ട് ചെയ്ത ഫോമിലില്ല. 2 ടീമുകളും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ കഴിഞ്ഞ 5 മാച്ചിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മാച്ച് ഇൻ ഹാൻഡ് ഉണ്ട്. ആ മത്സരം ജയിക്കുകയാണെങ്കിൽ ലിറ്ററലി 3 പോയിന്റിന്റെ ഗ്യാപ്പിലേക്ക് ടൈറ്റിൽ ചലഞ്ച് വരും. ഇനി ആകെ 8-9 മാച്ചുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ബ്രോ, ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? സതീഷ് ബ്രോ, 3 പോയിന്റ് ഗ്യാപ്പാണ്. മൊമെന്റം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ബാർസലോണ നമ്മൾ കണ്ടാണ് ഡിസംബർ നവംബറിന് ഇടയ്ക്ക് കണ്ടിന്യൂസ് മാച്ചുകൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്താണ്. സോ ഞങ്ങൾക്കറിയാം നമ്മൾ ഇപ്പൊ 3 പോയിന്റ് ആണ്, 10 പോയിന്റ് അല്ല. റയലുമായിട്ട് ഇനിയും മാച്ച് ഉണ്ട്. അടുത്ത മാച്ച് അത്ലറ്റിക്കോ അഗെയിൻസ്റ്റ് മെട്രോപൊളിറ്റാനാണ് ഈ സൺഡേ ബാർസലോണയുടെ ലീഗ മാച്ച്. അതായത് തിങ്കളാഴ്ച വെളുപ്പിന് 1:30. സോ അവിടെ 3 പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്താൽ ഈ അഡ്വാൻറ്റേജ് എല്ലാം പോയി. സോ എനിത്തിങ് ഈസ് പോസിബിൾ, നമുക്ക് പറയേണ്ട ആവശ്യമില്ല. സോ ലിറ്ററലി ഈ 3 ടീമിലെ മോസ്റ്റ് ഇൻഎക്സ്പീരിയൻസ് സ്ക്വാഡും ബാർസലോണയാണ്. ലീഗയിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡിനാണെങ്കിലും അത്ലറ്റിക്കോക്കാണെങ്കിലും കുറച്ചുകൂടെ എക്സ്പീരിയൻസ് സ്ക്വാഡ് ഉണ്ടെന്ന് വേണേൽ പറയാം. സോ അങ്ങനെ ഇരിക്കുക ചെറിയൊരു അഡ്വാൻറ്റേജ് വേണേ ഓൺ പോയിന്റ്സ്. 3 പോയിന്റ് ഗെയിം ഇൻ ഹാൻഡ് ആണ്, പോയിന്റ്സ് ഇൻ ഹാൻഡ് അല്ല, പറയേണ്ട ആവശ്യമില്ല. സോ ആ 3 പോയിന്റ് നേടുവാണെങ്കിൽ 3 പോയിന്റ് ലീഡ് ഉണ്ട്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ്, സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ ഇനിയും കുറച്ച് മാച്ചുകളോടെ മിച്ചമുണ്ട്. 1-2 മാച്ച് റിസൾട്ടുകൾ മാറിയാൽ മതി. കാരണം ഇനിയും ബെറ്റിസ് ഒക്കെ പോലത്തെ ഇപ്പൊ ലീഗയിൽ നമ്മൾ പറയില്ല, ഇപ്പൊ ഞങ്ങൾ മാഡ്രിഡ് ഫാൻസും ലോസ് ബ്ലാങ്കോസിനോട് ഡിസ്കസ് ചെയ്യുമ്പോഴാണല്ലോ, അത്ലറ്റിക് മാഡ്രിഡ് ഫാൻസിനോടൊക്കെയാണ് ഡിസ്കസ് ചെയ്യുമ്പോഴാണല്ലോ അവരെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പം റയൽ മാഡ്രിഡും ബാർസലോണ അത്ലറ്റിക്കോയും തമ്മിൽ മാച്ചുകൾ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയും. ബട്ട് മേ ബി ഞങ്ങൾ റയലിനെ തോപ്പിക്കാം, മേ ബി അത്ലറ്റിക്കോനെ തോപ്പിക്കാം. പക്ഷെ എന്നാലും ഈ ബെറ്റിസ് പോലത്തെ മാച്ചുകൾ, ഇപ്പൊ ഒസസൂനയൊക്കെ റീസെന്റ് കഴിഞ്ഞു. പക്ഷെ എന്നാലും ഇങ്ങനത്തെ മാച്ചുകളൊക്കെ ഒരു വിവറയോ വയക്കാനോ, ബെറ്റിസ്, ഈവൻ ഗെറ്റാഫെ, ഇതൊക്കെ വളരെ ഡിഫിക്കൽട്ടായ മാച്ചുകളാണ്. ഇവിടെയൊക്കെയാണ് പലപ്പോഴും ടൈറ്റിൽസ് കൊണ്ടുപോയി കളയുന്നത്. ബാർസലോണ മാത്രമല്ല, റയൽ ആണെങ്കിലും അത്ലറ്റിക്കോ ആണെങ്കിലും ബാർസ ആണെങ്കിലും 3 പേരാണെങ്കിലും ഇങ്ങനത്തെ ഒപ്പോണൻസിനൊക്കെ അഗേൻസ്റ്റ് 3 പോയിന്റ് എടുക്കാൻ പറ്റുമോ? അതാണ് ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ എടുക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ബാർസലോണയ്ക്ക് ഒരു ചാൻസ് ഉണ്ട്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഈ സീസൺ സ്റ്റാർട്ടിൽ ഞാൻ ഇത്ര ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സോ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. ചെറിയൊരു അഡ്വാൻറ്റേജ് പോയിന്റ്സ് വൈസ് ഉണ്ട്. പക്ഷെ എക്സ്പീരിയൻസും മറ്റുമൊക്കെ റയലിനും അത്ലറ്റിക്കോയ്ക്കും ആൻഡ് കോച്ചിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും നോക്കാനാണ്. സിമിയോണിയും ആൻസലോട്ടിയും സീസണിൽ വിന്നേഴ്സ് ആണ്. ലലീഗയെ കുറിച്ച് കൂടുതൽ അറിയാവുന്നതാണ്. ഫ്ലിക്കും എക്സ്പീരിയൻസ്ഡ് കോച്ചാണ്, അല്ലാന്നല്ല. പക്ഷെ എന്നാൽ ലലീഗയുടെ ഫസ്റ്റ് സീസൺ ആണ്. സോ മേ ബി അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്ലൈറ്റ് അഡ്വാൻറ്റേജ് അവർക്ക് കൊടുക്കാം. അതെ. അപ്പോ ബ്രോ, ഇന്നലത്തെ മാച്ചിൽ എന്താണ് ലിവർപൂളിൽ സംഭവിച്ചത്? അവര് അൻഫീൽഡിൽ വെച്ചൊരു ഓവർ എക്സ്പെക്ടേഷൻ ആണോ, അല്ലെങ്കിൽ PSG അണ്ടർമൈൻ ചെയ്തോ, അല്ലെങ്കിൽ ഒരു പെനാൽറ്റി ഷൂട്ട് എന്ന് പറയുമ്പോൾ എന്ത് വേണേൽ സംഭവിക്കാം? അതിലേക്ക് പോകുന്നതിന് മുമ്പ് ജയിക്കാനുള്ള ചാൻസുകൾ ലിവർപൂളിന് ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി പല ചാൻസുകൾ അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ PSG കളിയിൽ പിടിച്ചു നിന്നു. അവര് മിഡ്ഫീൽഡൊക്കെ വളരെ സോളിഡ് ആയിട്ട് കളിക്കുന്നു. ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് അവർക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ചേഞ്ച് ആയിട്ടുള്ള PSG ടീമിനെയാണ് ഈ സീസണിൽ നമ്മുടെ ചാമ്പ്യൻസ് ലീഗിൽ കാണുന്നത്. അതിന്റെ ഔട്ട്പുട്ട് അവർ കൊണ്ടുവരുന്നുണ്ട്. എന്താണ് ബ്രോയുടെ അഭിപ്രായത്തിൽ ലിവർപൂളിന് എന്താണ് പറ്റിയത്? ബ്രോ, 2 ലെഗിലുമായിട്ട് ഇവഞ്ച്വലി PSG വേർ മോർ
ഹംഗറി എന്ന് വേണേൽ പറയാം. അഥവാ 2 ലെഗിലായിട്ട് നമ്മൾ നോക്കാനായിട്ടാണ് അവർ ബെറ്റർ പ്ലാൻഡ് ടീമാണ്. ഫസ്റ്റ് ലെഗിൽ നമ്മൾ നോക്കുമ്പോൾ അലിസൺ ഇല്ലായിരുന്നെങ്കിൽ ആ ടൈ അവിടെ കഴിഞ്ഞാൽ അല്ലെ. ഫസ്റ്റ് ലെഗിൽ PSG പാർട്ടി പ്ലാൻസ് വെച്ച് മേ ബി ടൈ കഴിഞ്ഞാൽ. ആൻഡ് സെക്കൻഡ് ലെഗിലോട്ട് വരുമ്പോൾ സാൻഫീൽഡിലാണ്, നമ്മുടെ സ്വന്തം ഗ്രൗണ്ട് ആണ്, നമുക്ക് അഗ്രസീവ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് തന്നെ സലയുടെ ആ ഒരു ഷോട്ട് ന്യൂനോ മെൻഡസ് ബ്ലോക്ക് ചെയ്ത സിറ്റുവേഷൻ ഉണ്ട്, മേ ബി അത് കയറുക കളിയുടെ ഗതി മാറിയാണ്. പക്ഷെ പിന്നീട് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടത് മാൻ ടു മാൻ വന്ന് ലിവർപൂളിനെ പ്രസ് ചെയ്യുന്നതാണ്. നമ്മൾ ലിവർപൂൾ പ്ലേയേഴ്സ് പ്രസ് ചെയ്യുന്നുണ്ട്. അതായത് സ്പേസസ് എത്രയും ക്ലോസ് ഡൗൺ ചെയ്യുക, എത്രയും പെട്ടെന്ന് പ്ലേയേഴ്സിനെ വന്ന് ക്ലോസ് ഡൗൺ ചെയ്യുക. മേ ബി അവർക്ക് ആ ഒരു റൺ, അതായത് എത്രയും പെട്ടെന്ന് അവരെ ക്ലോസ് ഡൗൺ ചെയ്യുക, അധികം സ്പേസ് കൊടുക്കാതിരിക്കുക, മാൻ ടു മാൻ പ്രസ് ചെയ്യുക. പക്ഷേ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ഇഷ്ടം പോലെ കാണാറുണ്ട്. അഗ്രസീവ് പ്രസിനിടയ്ക്ക് പലപ്പോഴും ലിവർപൂൾ പ്ലേയേഴ്സ്, അതായത് നമ്മൾ പറയില്ല ഒരു ബോൾ റിക്കവർ ചെയ്തിട്ട് അങ്ങോട്ട് അറ്റാക്സ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോഴേക്കും ലിവർപൂൾ പ്ലേയേഴ്സ് തിരിഞ്ഞ് അങ്ങോട്ട് ഓടുവാണല്ലോ, ഫേസിംഗ് ദ ഒപ്പോണന്റ് ഗോൾ, അങ്ങോട്ട് റൺ എടുത്തത്. പക്ഷെ മേ ബി ഒരു സിമ്പിൾ ബേസിക് പാസ്, ഇപ്പൊ ട്രെൻഡ് മിസ് ചെയ്തൊരു പാസ് ഉണ്ട്, അവിടെ നിന്ന് നമ്മൾ നോക്കാനായിട്ട് ബർക്കോളെ, ഇപ്പൊ ഡെമ്പലെ ബർക്കോളയ്ക്ക് റിലീസ് ചെയ്ത് 1-on-1 അഗൈൻസ്റ്റ് അലിസൺ വന്ന് അലിസൺ സേവ് ചെയ്തൊരു ചാൻസ് ഉണ്ട്. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻസിന്റെ ട്രെൻഡ് സിമ്പിൾ ആയിട്ട് ബോൾ യൂസ് ചെയ്യുന്നു. സോ അങ്ങോട്ട് ഫേസ് ചെയ്യുന്ന പ്ലേയേഴ്സിന് തിരിച്ച് റൺ നടത്തേണ്ട സിറ്റുവേഷൻ വരുവാണ്. അങ്ങനെ വരുമ്പോഴേക്കും നമുക്കറിയാം ഇപ്പോഴത്തെ PSG പ്ലേയേഴ്സ് വളരെ ക്വിക്കാണ്, വേൾഡ് തന്നെ മോസ്റ്റ് ക്വിക്കസ്റ്റ് പ്ലേയേഴ്സ് ഉള്ള ടീമാണ്. സോ അവരെ ക്യാച്ചപ്പ് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. ആൻഡ് PSG പ്ലേയേഴ്സ് ബോഡീസ് കമ്മിറ്റ് ചെയ്ത്, അതായത് നമ്പർ ഓഫ് ബോഡീസ് കമ്മിറ്റ് ചെയ്ത് അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് വെൻ അവർ ബോൾ റിക്കവർ ചെയ്യുമ്പോഴേക്കും ക്വിക്ലി അവർ ട്രാൻസിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മേ ബി അപ്പ് ഫ്രണ്ട് ഡെമ്പലിനെ മാത്രമായിരിക്കും ഇരിക്കുക. പക്ഷെ പിന്നീട് നമ്മളൊരു 2-3 പാസിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഫൈനൽ തേർഡിലോട്ട് 4-5 PSG പ്ലേയേഴ്സ് ബോക്സിലോട്ട് വരുന്നത്. സോ അവർ കൂടുതൽ പിച്ചിൽ വർക്ക് കൊടുക്കാനായിട്ട് റെഡിയാണ്. അപ്പുറത്തെ ലിവർപൂൾ പ്ലേയേഴ്സ് ഞാൻ ഈ പറഞ്ഞ പോലെ പലപ്പോഴും മാൻ ടു മാൻ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിലും ബോള് പലപ്പോഴും 1-2 സിറ്റുവേഷൻസ് നമുക്ക് കാണാം ഡെമ്പലിനെ ആയിട്ട് വളരെ അകന്ന് കൊണാട്ടയോ വാണ്ടേക്കോ നിൽക്കുന്ന നമുക്ക് കാണാം. സോ ക്ലിയർലി സ്ലോട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്ന ക്ലോസ് ആയി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ബട്ട് പലപ്പോഴും പ്രസിംഗ് സ്ട്രക്ചറിന്റെ ഇഷ്യൂ അല്ലെ പ്ലേയേഴ്സിന്റെ ഗെയിമിലുള്ള എന്താ പറയുക ലാക്ക് ഓഫ് അവയർനെസ്സോ ആവാം. പലപ്പോഴും ഇന്നലെ വാണ്ടേക്ക് പോലും നമ്മൾ വാണ്ടേക്കിന്റെ അധികം കാണത്തില്ല, ആള് പോലും ഇന്നലെ ഒരു അല്പം ഡൗൺ ആയിരുന്നു, ഫിസിക്കലി ലിവർപൂളേഴ്സ് ഡൗൺ ആയിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. കാരണം അവർ ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് മടിക്കുന്നുണ്ടായിരുന്നു, അഥവാ ടൈം എടുക്കുന്നുണ്ടായിരുന്നു. ഈവന്റോ അഗ്രസീവ്ലി പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ആ ഒരു എന്നാ പറയുക നമ്മൾ പറയുന്നത് ആ ഒരു പ്രസിംഗ് സ്ട്രക്ചറിൽ നിൽക്കുന്ന പൊസിഷൻസിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അത് ഫസ്റ്റ് ഹാഫിൽ ക്ലിയർലി വിസിബിൾ ആയി. ആൻഡ് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ PSG സഫർ ചെയ്യാൻ റെഡിയായി. എന്റെ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ PSG കാര്യത്തിൽ ഇതായിരുന്നു, ഈ PSG ടീമിനെ സഫർ ചെയ്യാൻ പറ്റുമോ? PSG ഈ സീസണിലെ എല്ലാ മാച്ചുകളും ഫസ്റ്റ് ഹാഫിൽ തന്നെ ലീഗ് കൊണ്ട് കില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2025 ശേഷം ചാമ്പ്യൻസ് ലീഗിലാണ് ഒപ്പോണന്റ് അവർ വലിയ രീതിയിൽ ഔട്ട് സ്കോർ ചെയ്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇവർക്ക് ഒരു ടഫ് സിറ്റുവേഷനിൽ ഡിഫെൻഡ് ചെയ്ത് വരുമ്പോൾ, അതായത് ഞങ്ങളുടെ അണ്ടർ ഡോഗ് സിറ്റുവേഷൻ കളിക്കണം, ബോഡീസ് കമ്മിറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യണം, ഞങ്ങൾക്ക് സഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ സെക്കൻഡ് ഹാഫിൽ അവർ ആൻസർ ചെയ്തു. സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, ലിവർപൂളിന് വിന്നർ അടിക്കാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നല്ല. പക്ഷേ PSG അതുപോലെ ഈക്വലി ബെറ്റർ ആയിട്ട് ആസ് എ ടീം അവർ ഡിഫെൻഡ് ചെയ്തു. അവർ നമ്മൾ MS ധോണിയുടെ കാര്യം പറയുന്ന പോലെ ലാസ്റ്റ് ഓവറിലേക്ക് കളി കൊണ്ടുപോകാന്ന് പറയുന്ന പോലെ നമുക്ക് എക്സ്ട്രാ ടൈമിലോട്ട് കളി കൊണ്ടുപോകാം. എക്സ്ട്രാ ടൈമിലോട്ട് കളി പോയാൽ മേ ബി നമുക്കാണ് അഡ്വാൻറ്റേജ്, നമ്മൾ കുറച്ചുകൂടി ഫ്രഷർ ആയിട്ടുള്ള ഒരു സ്കോറാണ്. മേ ബി അത് സൈക്കോളജി അവരുടെ ഉണ്ടായിരുന്നു. മേ ബി നമുക്ക് ഡോണറൂമേ ഉണ്ട്, ഹു ഇസ് എക്സ്പെർട്ട് വെൻ ഇറ്റ് കംസ് ടു പെനൽറ്റി ഷൂട്ട്. അലിസന്റെ പെനൽറ്റി ഷൂട്ട് റെക്കോർഡ് അധികം നല്ലതല്ല, ബ്രസീൽ ഫാൻസിനോടൊക്കെ ചോദിച്ചറിയാൻ പറ്റും, അധികം നല്ലതല്ല. സോ മേ ബി അതൊക്കെ ആയിരിക്കും അവർ മനസ്സിലിരുന്നത്. അവരുടെ സെക്കൻഡ് ഹാഫിൽ അണ്ടർ ഡോഗ് കളിച്ച് ഫസ്റ്റ് ഹാഫിൽ നല്ലപോലെ കളിച്ചു. ഫസ്റ്റ് ഹാഫിൽ ലിവർപൂളിനെക്കാളും ക്വാളിറ്റി ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തു, സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ ചാൻസ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അവർ ഹോൾഡ് ഓൺ ചെയ്തു. കവറസ്കേലിയൊക്കെ ഇപ്പൊ കവറസ്കേലിയുടെ പെർഫോമൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ടീമിൽ സൂപ്പർ സ്റ്റാറുകളുണ്ട്, പക്ഷെ വിത്തൗട്ട് ഈഗോസ്. അതാണ് കവറസ്കേലി ഇന്നലെ ഒരു ടീമിന് വേണ്ടി ഡിഫൻസ് സെക്കൻഡ് ഹാഫ് കവറസ്കേലി മോർ ദാൻ ആൻ അറ്റാക്കർ ഡിഫൻസീവ് വർക്ക് ലോഡാണ് കൂടുതൽ എടുത്തത്. ആ ഒരു ബോൾ ലൈൻ ക്ലിയറൻസ് ഒക്കെ ലാസ്റ്റ് നമ്മൾ കണ്ടു. സോ അതാണ് പറയുന്നത് അസ് എ ടീം ദേ ആർ പെർഫോമിംഗ് വെൽ. ആൻഡ് വിറ്റീന, നമ്മൾ പെഡ്രി പറയും, ബെല്ലിംഗം പറയും, വാൽവേർഡെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. വിറ്റീന ഫോർ മീ ഇസ് ദ ടോപ്പ് 5 മിഡ്ഫീൽഡേഴ്സ് ഇൻ ദ വേൾഡ് റൈറ്റ്. ടോപ്പ് 5, മേ ബി 2-3 ഉൾപ്പെടുത്തിയാലും കുറ്റം പറയത്തില്ല. കാരണം ഹി ഈസ് സോ ഗുഡ് ഓൺ ദ ബോൾ, ഡിഫൻസീവ്ലി വേൾഡ് ക്ലാസ്. 240ഓളം പാസുകൾ ഈ 2 ലെഗിലായിട്ട് ആൾ അറ്റംപ്റ്റ് ചെയ്തതിൽ 220 ആൾ കംപ്ലീറ്റ് ചെയ്തു. സോ അഗൈൻസ്റ്റ് ലിവർപൂൾ സൈഡ്, അർണെ സ്ലോട്ടിന്റെ ലിവർപൂൾ സൈഡ്. സോ അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള പിള്ളേരാണ് വിറ്റീന. ജാവോ നെവസ് ആ ഫിസിക്കൽ സൈസും വെച്ച് ജാവോ നെവസ് ഫിസിക്കൽ ബാറ്റിൽസിലോട്ടൊക്കെ പോകുന്ന കാണുമ്പോൾ വിറ്റീനയും ജാവോ നെവസ് അവരുടെ സൈസ് ഡസൻ മാറ്റർ എന്നുള്ളതിന് ഏറ്റവും ഉദാഹരണമാണ്. സോ ലിവർപൂൾ മിഡ്ഫീൽഡിനെ അഗൈൻസ്റ്റ് 2 ലെഗിലുമായിട്ട് നോക്കാനായിട്ടാണ് ഇവന്മാർ രണ്ടും എലോങ് വിത്ത് ഫാബിയാൻ റൂയിസ് ഡോമിനേറ്റ് ചെയ്തു, പറയാതിരിക്കാൻ വയ്യ. സോ ഹാറ്റ്സ് ഓഫ് ടു എവരിവൺ. നമ്മൾ ഡെമ്പലിലേക്കും ബർക്കോളയ്ക്കും കൊടുക്കുന്ന അതേ ക്രെഡിറ്റ് ഇവർക്കും കൊടുക്കണം. താങ്ക് യു ബ്രോ. അപ്പോൾ നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോയി. ഇന്ന് മാഡ്രിഡ് ഡെർബി നടക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ 1-0 പിറകിലാണ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ഉള്ളത്. എന്തെങ്കിലും ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നു? ഇപ്പൊ സിമോണിന്റെ ടീമാണ്. നമ്മൾ ഒരു പോസിറ്റീവായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. സെക്കൻഡ് ലെഗ് ചിലപ്പോൾ റയലിന്റെ പ്ലാൻ വർക്ക്ഔട്ട് ആവും, നമുക്കറിയില്ല. പക്ഷേ ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ള പല സിറ്റുവേഷൻസും റയൽ വളരെ ഈസി ആയിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എക്സ്പീരിയൻസ് അവർക്കുണ്ട്.
പക്ഷെ വി നെവർ നോ. നമ്മുടെ ലിവർപൂളിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഫേവറേറ്റ്സ് ആയിട്ട് ഈ 1-0 ഒന്നുമല്ല. ആദ്യം ഒരു ഗോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കളി ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബ്രോഡ് അഭിപ്രായത്തിൽ ഒരു അട്ടിമറി നടക്കാനുള്ള വല്ല ചാൻസ് ഒന്നുണ്ടോ? സതീഷ് ബ്രോ, എനിക്ക് ഇന്ന് അത്ലറ്റിക്കോ റയലിനെ തോപ്പിക്കുകയാണ് ഈവൻ റയൽ മാഡ്രിഡ് ഫാൻസ് പോലും പറയാൻ അട്ടിമറി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മെട്രോപൊളിറ്റാനോയിലാണ് സെക്കൻഡ് ലെഗ് സിമിയോണി അഗൈൻസ്റ്റ് ആൻസലോട്ടി. ഹിസ്റ്റോറിക്കലി നോക്കാനായിട്ടാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് റയൽ അഗൈൻസ്റ്റ് ഒരു മോശം റെക്കോർഡാണ്. ബട്ട് ലീഗില് സിമിയോണി അത്ലറ്റിക്കോ മാഡ്രിഡ് മാനേജർ ആയതിനു ശേഷം ഓവറോൾ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പൊ പഴയ അത്ലറ്റിക്കോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ഇംപ്രൂവ്മെന്റ് അഗൈൻസ്റ്റ് റയൽ മാഡ്രിഡ് ഉണ്ടായിട്ടുണ്ട്. സോ ഈ ഒരു ക്വാളിറ്റി സൈഡാണ്. ഇപ്പൊ ബാർസലോണ റയൽ മാഡ്രിഡിനെക്കാളും പ്രോബബ്ലി ഡെപ്ത് ഉള്ള സൈഡാണ്. റയലിനോടും ബാർസയോടും ലിവർപൂളിനോടും ലോകത്തുള്ള ഏത് ടീമിനോടും മുട്ടിരിക്കാനായിട്ടുള്ള സ്ക്വാഡ് സിമിയോണിയുടെ കയ്യിലുണ്ട്. അന്യായ ടീമാണ്. വേൾഡ് ഫുട്ബോളിൽ പ്രോബ്ലി ഓഫ് ദ ബെഞ്ച് പുള്ളി ഈ സീസൺ നടത്തിയിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഗെയിം ചേഞ്ചറാണ്. ടോപ്പ് നോ കോച്ചാണ്. സോ ഇന്നത്തെ മാച്ച് അത്ലറ്റിക്കോ ജയിച്ച് കടക്കുവാണെങ്കിൽ അട്ടിമറിയെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ സ്ലൈറ്റ് ഒരു അഡ്വാൻറ്റേജ് റയലിനുണ്ട്. ഒരു 1-0 അഡ്വാൻറ്റേജ്. ഈവൻ ഇഫ് ഒരു ഡ്രോ ആണെങ്കിൽ, ഈവൻ ഇഫ് റയൽ മാഡ്രിഡ് നമുക്കറിയാം ഇപ്പം സഫർ ചെയ്യാൻ അറിയാവുന്ന ക്വസ്റ്റിന്റെ ഏറ്റവും വലിയ ആൻസർ ആണ് റയൽ മാഡ്രിഡ് എന്നുള്ളത്. കാരണം അവർക്ക് സഫർ ചെയ്ത് ജയിക്കാറ്. ഈവൻ ഇഫ് മോശമായിട്ട് കളിച്ചാലും, ഈവൻ ഇഫ് ഒപ്പോണന്റ് അവരെ ടാക്ടിക്കലി ഔട്ട്സ്മാർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരുമ്പോഴാണെങ്കിലും അവർക്ക് ഇൻ ഗെയിമിൽ അഡാപ്റ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു ടീമാണ് റയൽ മാഡ്രിഡ്. അത് ആൻസർ ഔട്ട് ചെയ്യുന്ന കോച്ചിന്റെയും കഴിവാണ്. അതോടൊപ്പം അവർക്കുള്ള പ്ലേയേഴ്സിന്റെ ചില പ്ലേയേഴ്സ് ഇപ്പൊ വാൽവേർഡെ ഒക്കെ പോലത്തെ പ്ലെയർ ഉദാഹരണം പറയാനായിട്ടാണെങ്കിൽ ലോകത്തിലെ ഏത് കോച്ചിൽ അഹങ്കാരത്തോടെ ഇറങ്ങാൻ പറ്റും, കോൺഫിഡൻസ് അല്ല അഹങ്കാരത്തോടെ ഇറങ്ങാൻ പറ്റും വാൽവേർഡെ പോലത്തെ ഒരു പ്ലെയർ ടീമിലുണ്ട്. കാരണം ഈവൻ ഇഫ് എ ഹാഫ് വിത്ത് വാൽവേർഡെ ഒരു കോച്ച് ബി ലൈക്ക് എനിക്ക് ഈ വാൽവേർഡെ എന്റെ ടീമിലുണ്ടോ അതെന്റെ അഹങ്കാരമാണെന്ന് പറയാം. കാരണം 2-3 പ്ലേയേഴ്സ് എടുക്കുന്ന വർക്കുകൾ, അഥവാ ഈവൻ ഇഫ് ടാക്ടിക്കലി ഇഫ് ഐ ഗോട്ട് എനിത്തിങ് റോങ് വാൽവേർഡെ ഹാസ് ഔട്ട് ഔട്ട് ടീം. അങ്ങനത്തെ പ്ലേയേഴ്സ് റയൽ മാഡ്രിഡ് സൈഡിലുണ്ട്. അങ്ങനത്തെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ എംബാപ്പെ, വിനീഷ്യസ്, ബെല്ലിംഗം എല്ലാം ഇറ്റ്സ് എ ഗ്രേറ്റ് ടീം. സോ അഗൈൻസ്റ്റ് അത്ലറ്റിക്കോ മാഡ്രിഡ് 1-0 അഡ്വാൻറ്റേജ് അവർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. പക്ഷെ ഈവൻ ഇഫ് അത്ലറ്റിക്കോ ജയിക്കുവാണെങ്കിലും അടുത്ത റൗണ്ടിലോട്ട് കിടക്കുവാണെങ്കിലും ബാർസലോണ ഫാൻസ് സർപ്രൈസ്ഡ് ആയിരിക്കത്തില്ല, റയൽ മാഡ്രിഡ് ഫാൻസ് സർപ്രൈസ്ഡ് ആയിരിക്കത്തില്ല, അത്ലറ്റിക്കോ മാഡ്രിഡ് ഫാൻസ് സർപ്രൈസ്ഡ് ആയിരിക്കില്ല. കാരണം ഇറ്റ്സ് എ 50-50 ഗെയിം. ഇപ്പൊ ഞാൻ എന്റെ ചാനലിലാണെങ്കിലും സ്ട്രീം പോളൊക്കെ ഇട്ടപ്പോഴും ഓൾമോസ്റ്റ് 50-50 ആയിരുന്നു. വോട്ട് വന്നത് എക്സാക്ട്ലി 50-50 ആയിരുന്നു. അമ്മാതിരി പോളിംഗ് റിസൾട്ട് ഒക്കെ വന്നത് അമ്മാതിരി ടൈറ്റ് ആണ്. ഇൻക്ലൂഡിംഗ് എ ലോട്ട് ഓഫ് റയൽ മാഡ്രിഡ് ഫാൻസ് നോ ഇത് അത്ലറ്റിക്കോ മാഡ്രിഡ് ഈസ് റിയലി റിയലി ഗുഡ്. ബട്ട് നമുക്ക് നോക്കാം ഈ മാച്ചിലോട്ട് വരുമ്പോൾ എന്താവുന്നു. എന്തായാലും 1-0 ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് റയലിനുണ്ട്. ബട്ട് എനിത്തിങ് ഈസ് പോസിബിൾ ഇൻ ദിസ് നൈറ്റ്. എനിക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു മാച്ച് ഇതാണ്. ഞാൻ PSG ലിവർപൂളിൽ ഞാൻ ഓർത്ത ലിവർപൂൾ കടക്കുമെന്നാണ്. പക്ഷെ ഈ മാച്ച് സത്യമായ റിസൾട്ട് ടൈ വന്നപ്പോൾ തൊട്ടേ എനിക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. കാരണം രണ്ട് ടീമിനും സഫർ ചെയ്ത് ജയിക്കാറ്. അതാണ് ഈ രണ്ട് ടീമിനും ഗുണം. ഓക്കെ ബ്രോ, അപ്പൊ ഏതായാലും ക്വാർട്ടർ ഫൈനലിൽ ഒരുപാട് നല്ല മത്സരങ്ങൾ വരുന്നുണ്ട്. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ബ്രോ ജോയിൻ ചെയ്തതിൽ. നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ ബ്രോ, ബൈ. ടേക്ക് കെയർ, ബൈ.